Hi everybody. ഈ സെഷനിൽ നമ്മൾ ടു ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് നെയിംഡ് റിയാക്ഷൻ ദാറ്റ് ഇസ് ക്ലേസൺ കണ്ടൻസേഷൻ ആൻഡ് ഡിക്മാൻ കണ്ടൻസേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൺസ് യു അണ്ടർസ്റ്റാൻഡ് ക്ലേസൺ കണ്ടൻസേഷൻ ഇറ്റ്സ് എ കേക്ക് വാക്ക്. ഡിക്മാൻ റിയാക്ഷൻ ഈസ് ആക്ച്വലി ആൻ ഇൻട്രാമോളിക്കുലാർ ക്ലേസൺ കണ്ടൻസേഷൻ ആണ്. സോ ദാറ്റ്സ് എ കേക്ക് വാക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം എന്ത് മനസ്സിലാക്കിയാൽ മതി? ക്ലേസൺ കണ്ടൻസേഷൻ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എന്താണ് ക്ലേസൺ കണ്ടൻസേഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. Now this is it. Once you treat an ester with another ester in presence of a base, okay, this is a scheme, base, and you need acid as well. You need acidic presence. Either you take H3O plus or HCl and you will get beta keto ester. This is your scheme of the reaction. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കൂ. One ester reacting with another ester in presence of a base and followed by acidification will give you what? ബീറ്റ കീറ്റോ എസ്റ്റർ. അപ്പോൾ നോക്കി നോക്കാം എന്തൊക്കെയാണെന്ന്. നോക്കൂ, ഞാനൊരു എസ്റ്റർ എടുക്കുകയാണ്. ലെറ്റ്സ് സേ ഞാൻ ഇതുപോലെ ഒരു എസ്റ്റർ എടുക്കുകയാണ്, OET. നൗ ഐ ഹാവ് COCH3 റിയാക്ടിങ് വിത്ത് വാട്ട്? അനദർ OET, COCH3, and you need a base, and this base should be OET minus as well. നോക്കൂ, എന്താണോ നിങ്ങളുടെ EOR ഗ്രൂപ്പ് അത് തന്നെയായിരിക്കണം ഇവിടെ എടുക്കേണ്ട ബേസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. ദിസ് ഇസ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഫോളോഡ് ബൈ ട്രീറ്റിംഗ് ഇറ്റ് വിത്ത് വാട്ട്? HCl, യു വിൽ ഗെറ്റ് വാട്ട്? യു വിൽ ഗെറ്റ് എ ബീറ്റ കീറ്റോ എസ്റ്റർ. ബീറ്റ കീറ്റോ എസ്റ്റർ. എന്താണ് ഈ ബീറ്റ കീറ്റോ എസ്റ്റർ? ഞാൻ 2 പ്രാവശ്യമായി പറയുന്നു അല്ലേ. എനിക്ക് ഇങ്ങനെ എഴുതാം, നോക്കിക്കോളൂ. ദിസ് ഇസ് OET C double bond O and I have what? Beta keto ester. See, this is your ester. ഇതാണ് നിങ്ങളുടെ എസ്റ്റർ. വിത്ത് റിഗാർഡ് ടു ദിസ്, ദിസ് ഇസ് ആൽഫ ആൻഡ് ദിസ് ഇസ് വോട്ട്? ബീറ്റ. സോ വി വിൽ കോൾ ദിസ് ആസ് വോട്ട്? ബീറ്റ കീറ്റോ എസ്റ്റർ. നൗ എന്താണ് ഇതിൻ്റെ മെക്കാനിസം എന്നുള്ളത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ദ മെക്കാനിസം ഓഫ് ക്ലേസൺ കണ്ടൻസേഷൻ. സോ ദ ഫസ്റ്റ് വൺ ഈസ് നമ്മുടെ എസ്റ്റർ അല്ലേ. ദിസ് ഇസ് അവർ എസ്റ്റർ CH3. ഓക്കെ. നൗ ആദ്യമായിട്ട് നമ്മളുടെ ബേസ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെയുള്ള ഈ ആൽഫ ഹൈഡ്രജനെ എബ്സ്ട്രാക്ട് ചെയ്യുന്നു. ദിസ് ഇസ് കോൾഡ് വാട്ട്? ആൽഫ ഹൈഡ്രജനെ എബ്സ്ട്രാക്ട് ചെയ്യുന്നു. എബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ എന്തുണ്ടാവും? ഒരു CH2 മൈനസ് ഉണ്ടാവും അല്ലെ. കോൺജുഗേറ്റ് ബേസ് ഉണ്ടാവും, ETO, ആൻഡ് യു വിൽ ഹാവ് വാട്ട്? CH2 മൈനസ്. ദിസ് ഇസ് യുവർ കോൺജുഗേറ്റ് ബേസ് ആൻഡ് ഇറ്റ് ഇസ് റെസണൻസ് സ്റ്റെബിലൈസ്ഡ്. അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും? അസിഡിക് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് കോൾഡ് ഇനോലേറ്റ് അയോൺ. വാട്ട് ഇസ് ഇറ്റ്? Enolate ion. And this act as a nucleophile. This act as what? Nucleophile, and attack the another molecule of ester. And attack what? നമ്മൾ പറഞ്ഞായിരുന്നു 2 എസ്റ്റർ ഉണ്ടെന്ന്. attack another molecule of ester. Another molecule of ester എന്ന് നമുക്ക് പറയാൻ പറ്റും. യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കി. ദിസ് ഇസ് അവർ ഇനോളൈറ്റ് അല്ലേ. ദിസ് ഇസ് അവർ ഇനോളൈറ്റ്. C double bond O, CH2 minus. And what is our ester? This is our ester, right? ETO, C double bond O, CH3, right? And this goes and attack what? The carbonyl carbon. And we get something like this, right? നമ്മുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? നോക്കി നിങ്ങൾ. ETO. ഇതേപോലെ ഞാൻ ഇവിടെ എഴുതുന്നു. And you have what? Double bond O, CH2. And this CH2 is making bond with what? This carbonyl carbon. So I can write C double bond O. So of course, bond make cheyanengil this will becomes what? O minus. So I cannot write like this. Instead, engane ezhudam enike? This is O minus ennu ezhudam. And you have OET with here and CH3. And this is a tetrahedral complex. It's a kind of what? Tetrahedral complex. And what happens here is ഈ O മൈനസ് എന്ത് വരും? ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഡബിൾ ബോണ്ട് O ആവും. അപ്പോൾ എന്ത് ചെയ്യപ്പെടും? ഈ OR എന്ത് ചെയ്യപ്പെടും? എലിമിനേറ്റ് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് OET മൈനസ് എലിമിനേറ്റ് ചെയ്യപ്പെടും. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് നമ്മുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? നോക്കിയേ, ETO ഇതാ ഇവിടെ ഉള്ളത് എഴുതിയിരിക്കുകയാണ്. C ഡബിൾ ബോണ്ട് O, CH2, ആൻഡ് യു ഹാവ് വോട്ട്? C ഡബിൾ ബോണ്ട് O, CH3 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ബട്ട് റിയാക്ഷൻ ഇവിടെ തീർന്നിട്ടില്ല. നിങ്ങൾ വിചാരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ്. ETO നോക്കൂ, CH2
COCH3. ഇവിടെ റിയാക്ഷൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ബീറ്റാ കീറ്റോ എസ്റ്റർ അല്ലേ, റിയാക്ഷൻ കഴിഞ്ഞില്ലേ എന്ന്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഹിയർ ഈസ്, ഇവിടെ നമ്മുടെ ബേസ് ഉണ്ട് അല്ലേ. OET മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സ്ട്രോങ് ബേസ്. ആൻഡ് യു സി ഇവിടെ എന്തുണ്ട്? ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ CH2 ഇല്ലേ, ഈ ഹൈഡ്രജൻസ് എക്സ്ട്രീംലി അസിഡിക് ആയിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇവരുടെ കോൺജുഗേറ്റ് ബേസ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടുന്ന് H+ വിട്ടുകൊടുത്താൽ ഈ മൈനസ് എന്തായിരിക്കും? കോൺജുഗേറ്റ് ബേസ് ഇസ് ആക്ച്വലി എന്താണ്? റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ് അല്ലേ. ആൻഡ് ആക്ച്വലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഈ pKa വാല്യൂ എന്തായിരിക്കും? 11 ആയിരിക്കും. ആൻഡ് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു അല്ലേ, ഇവിടെ എന്താണ്? അസിഡിക് ആണെന്ന് പറഞ്ഞായിരുന്നു. ഇവരുടെ pKa വാല്യൂ എന്ന് പറയുന്നത് അറൗണ്ട് 25 ആണ്. നമ്മൾ പറയും ലോവർ ദ pKa ഹയർ ദി അസിഡിറ്റി എന്ന്. വിച്ച് മീൻസ് ഈ ഹൈഡ്രജൻ എന്താണ്? വളരെയധികം അസിഡിക് ആണ്. അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് വാട്ട്? യു വിൽ ഗെറ്റ് ETO C ഡബിൾ ബോണ്ട് O CH മൈനസ് വിത്ത് COCH3 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. നൗ വാട്ട് ഹാപ്പൻസ് ഹിയർ ഈസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു HCl, നമ്മുടെ അസിഡിക് കണ്ടീഷനിൽ HCl ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ നെഗറ്റീവ് ചാർജിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ H+നെ അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് യു വിൽ ഗെറ്റ് വാട്ട്? ETO ആൻഡ് യു വിൽ ഗെറ്റ് വാട്ട്? ഡബിൾ ബോണ്ട് O CH2 COCH3 എന്ന് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി വാട്ട്? ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ആൽഫ ആൻഡ് ബീറ്റ, ദിസ് ഈസ് കോൾഡ് വാട്ട്? ബീറ്റാ കീറ്റോ എസ്റ്റർ. ദിസ് ഈസ് യുവർ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് ബീറ്റാ കീറ്റോ എസ്റ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇപ്പം നിങ്ങൾ ചോദിക്കും ഇവിടെ എന്താ അസിഡിക് മീഡിയം OET മൈനസ് സ്റ്റിൽ അവിടെ ഇല്ലേ? ഇല്ല. കാരണം എന്താണെന്നറിയോ? OET മൈനസ് ഇൻ പ്രസൻസ് ഓഫ് അസിഡിക് മീഡിയം എന്തായി കൺവേർട്ട് ആക്കപ്പെടും? ETOH ആയിട്ട് കൺവേർട്ട് ആയപ്പെടും, എത്തനോളായി കൺവേർട്ട് ആയപ്പെടും. നിങ്ങൾക്കറിയാം ആൽക്കോക്സൈഡ് അയോൺ ആണെങ്കിൽ ഇറ്റ്സ് എ സ്ട്രോങ് ബേസ്. ഇറ്റ് വിൽ അബ്സ്ട്രാക്ട് H+ വെരി ഈസിലി. എന്താണ്? എക്സ്ട്രാക്ട് H+ ഈസിലി. ബട്ട് ഇതിൻ്റെ ന്യൂട്രൽ ഫോം എത്തനോൾ ആണെങ്കിൽ ഇതെന്തായിരിക്കും? വീക്ക് ന്യൂക്ലിയോഫൈൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ അസിഡിഫിക്കേഷൻ ഇസ് വാട്ട്? വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. വാട്ട് ഈസ് ഹിയർ? അസിഡിഫിക്കേഷൻ. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ പറഞ്ഞായിരുന്നു ഫോളോഡ് ബൈ വാട്ട്? ഹൈഡ്രോളിസിസ് അല്ലെങ്കിൽ എന്താണ്? HCl യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടൂ? ബീറ്റാ കീറ്റോ എസ്റ്റർ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടൂ. ഒരു എക്സാമ്പിൾ കൂടെ നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? ഈ OET ഇവിടെ എന്താണ്? ഇവിടെയും നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നത്? ബേസും എന്താണ്? OET മൈനസ് ആണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നോക്കൂ, ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. ഇവിടെ എന്തില്ല? ആൽഫ ഹൈഡ്രജൻ ഇല്ല. കാരണം എന്താണ്? ഈ കാർബൺ ഓൾറെഡി 4 ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, വിച്ച് ഈസ് അസിഡിക്. അപ്പോൾ എന്ത് ചെയ്യപ്പെടും? ഇവിടെ CH2 മൈനസ് ആവും. ഞാൻ ജസ്റ്റ് എഴുതി പോവുകയാണ്, മെക്കാനിസം ഒന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ നെഗറ്റീവ് അയോൺ എവിടെ പോയി അറ്റാക്ക് ചെയ്യും? യെസ്, നമുക്ക് ഇവിടെ അറ്റാക്ക് ചെയ്യാം. ആൻഡ് യു വിൽ ഗെറ്റ് വാട്ട്? ഇവിടെ എന്ത് ചെയ്യപ്പെടും? O മൈനസ് ആവും അല്ലേ. ആൻഡ് യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്, റൈറ്റ്? ഇനിയിപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. യെസ്, ഐ നോ. O മൈനസ് ആൻഡ് യു ഹാവ് വാട്ട്? OET ഇവിടെ ഉണ്ടാവും. ആൻഡ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്താണ്? CH2 ആണ് അല്ലേ. CH2 ആൻഡ് യു ഹാവ് വാട്ട്? COOET എന്നുള്ള രീതിയിൽ കിട്ടും. ആൻഡ് വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് സ്റ്റെപ്പ്? ഈ O മൈനസ് ഇങ്ങോട്ട് വരുന്നു, OET മൈനസ് പുറത്തേക്ക് പോകുന്നു. ആൻഡ് യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ദിസ് ഇസ് ഇറ്റ്. C double bond O and you have what? CH2 C double bond O OET എന്നുള്ള രീതിയിൽ കിട്ടും. ആൻഡ് റിയാക്ഷൻ ഇവിടെ തീർന്നു. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എഴുതണമെങ്കിൽ മേ ബി ഇതുവരെ എഴുതിയാൽ മതി. പക്ഷേ റിയാക്ഷൻ മീഡിയത്തിൽ എന്തുണ്ടെന്ന് മനസ്സിലാക്കുക. യു ഹാവ് സ്റ്റിൽ വാട്ട്? യുവർ ബേസിക് മീഡിയം ആണ് അല്ലേ. യു ഹാവ് സ്റ്റിൽ ബേസിക് മീഡിയം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ഹൈഡ്രജൻ എന്താണ്? ഹൈലി അസിഡിക് ആണ്. ഇതിനെ അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് യു വിൽ ഗെറ്റ് വാട്ട്? യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. നോക്കൂ, C double bond O exactly like this, CH minus and you have what? C double bond O OET എന്നുള്ള രീതിയിൽ കിട്ടും. ആൻഡ് ആഫ്റ്റർ acidification only you will get what? Your beta keto ester, which is actually very simple. COOET. This is your beta keto ester. Moving on to the Dickmann condensation. And this is actually very interesting. Dickmann condensation എന്ന് പറയുന്നത്, this is actually
intramolecular Claisen condensation reaction ആണ്. What is it? This is actually simply this is intramolecular Claisen condensation reaction. Claisen condensation reaction. എന്താണ് ഈ പറയുന്നത്? Once you understand Claisen condensation, this is actually a cakewalk. നോക്കിക്കോളൂ. ഇവിടെ ഞാൻ എടുക്കുന്നത് രണ്ട് എസ്റ്റർ ഗ്രൂപ്പ് ഒരേ മോളിക്യൂളിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യപ്പെടൂ? ഇൻട്രാമോളിക്കുലാർ റിയാക്ഷൻ നടക്കൂ. നോക്കൂ. ആൻഡ് വി ഹാവ് അവർ ബേസ് ആസ് വാട്ട്? OET മൈനസ് ആസ് വെൽ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഹൈഡ്രജൻ എന്ത് ചെയ്യാം? എബ്സ്ട്രാക്ട് ചെയ്യാം. കാരണം ഇതെന്താണ്? സിമെട്രിക്കൽ എസ്റ്റർ ആണ്. നോക്കൂ, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഇതാ ഈ OET മൈനസ് H+നെ എബ്സ്ട്രാക്ട് ചെയ്യുന്നു. ആൻഡ് യു ഹാവ് വാട്ട്? O മൈനസ് ഉണ്ടാവുന്നു. ആൻഡ് ദിസ് ഗോസ് ആൻഡ് അറ്റാക്ക് വാട്ട്? ദിസ് കാർബണൈൽ കോമ്പൗണ്ട്. സി നോക്കൂ, ഇവിടെ ഈ കാർബണിനെ ഞാൻ എന്ത് ചെയ്യുന്നു? 1 2 3 4 5 6 എന്നുള്ള രീതിയിൽ ഞാൻ നമ്പർ ചെയ്യുന്നു. നോക്കൂ, ഇയാൾ ഇവിടെ പോയി അറ്റാക്ക് ചെയ്താൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യപ്പെടും? ഇവിടെ ഒരു 6 മെമ്പേർഡ് റിങ്ങിൻ്റെ ഫോർമേഷൻ നടക്കും. നോക്കിക്കോളൂ, 1 2 3 4 5 6. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം. സി ഒരു 6 മെമ്പേർഡ് ആണ് ഞാനിവിടെ വരയ്ക്കുന്നത്. ദിസ് ഇസ് ദി 6 മെമ്പേർഡ് റിംഗ്. ആൻഡ് ദിസ് ഇസ്, ഐ വിൽ റെപ്രസെൻറ്റ് ദിസ് as what? 1 2 3 4 5 ആൻഡ് ദെൻ 6. ഫസ്റ്റ് കാർബണിൽ എന്താണുള്ളത്? ഇതാ ഈ ഫസ്റ്റ് കാർബണിൽ നമ്മുടെ C+OET ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? ആൻഡ് 6th കാർബണിൽ നോക്കിയാൽ നിങ്ങൾ, 6th കാർബണിൽ ഇവിടെ എന്തുണ്ടാവും? O മൈനസ് ഉണ്ടാവും. വി ഹാവ് O മൈനസ് ആൻഡ് വോട്ട്? വി ഹാവ് OET ആസ് വെൽ. നോക്കിക്കോളൂ. ഇനി എന്താ അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും നടക്കുക? നമ്മൾ ക്ലൈസൻ കണ്ടൻസേഷനിൽ കണ്ടതുപോലെ തന്നെ എന്ത് ചെയ്യപ്പെടും? നെക്സ്റ്റ് സ്റ്റെപ്പിൽ യു വിൽ സീ ഹിയർ, ഈ O മൈനസ് എന്ത് ചെയ്യപ്പെടും? ഇങ്ങോട്ടേക്ക് വരും. ആൻഡ് OET മൈനസ് എന്താവും? എലിമിനേറ്റ് ചെയ്യപ്പെടും. ആൻഡ് യു വിൽ ഗെറ്റ് വാട്ട്? നോക്കോളൂ, ഇതാ ഇവിടെ നിന്ന് C+O വരും. ആൻഡ് യു വിൽ ഹാവ് വാട്ട്? C+O OET എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും. ആൻഡ് ഇവിടെ നിങ്ങൾ ആലോചിക്കണം, ഇപ്പോഴും നമ്മുടെ മീഡിയം ബേസിക് തന്നെയാണ്. അതായത് ഇവിടെ നിന്ന് റിയാക്ഷൻ കഴിയുന്നില്ല. ഇതാണ് കുട്ടികൾ മിസ്റ്റേക്ക് വരുത്തുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? റിയാക്ഷൻ ആക്ച്വലി എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. ഇൻസ്റ്റെഡ് നമ്മുടെ കയ്യിൽ എന്താണ്? ETO മൈനസ് ഉണ്ട് അല്ലേ? ETO മൈനസ് ഉണ്ട്, വിച്ച് ഈസ് വാട്ട്? ദിസ് ഈസ് ആക്ച്വലി ബേസിക് ആണ്. ആൻഡ് യു ഹാവ് വാട്ട്? ഇവിടെ ഹൈഡ്രജൻസ് ഉണ്ടാവും. ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യപ്പെടും? അബ്സ്ട്രാക്ട് ചെയ്യപ്പെടും. ആൻഡ് യു വിൽ ഹാവ് വാട്ട്? C+O വിത്ത് എ നെഗറ്റീവ് ചാർജ് ഓവർ ഹിയർ. ആൻഡ് യു ഹാവ് വാട്ട്? COOET നിങ്ങൾക്ക് ഉണ്ടാവും. Now if you hydrolyze it or H+, you treat with acidic medium, you will get what? Yes, you will get your beta keto ester. അങ്ങനെയാണെങ്കിൽ ഈ നെഗറ്റീവ് എന്ത് ചെയ്യപ്പെടും? ഈ H+നെ അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് ഇവിടെ H വരും. സോ യു ഡോണ്ട് ഹാവ് ടു റൈറ്റ് ദാറ്റ് COOET. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി വാട്ട്? ആൽഫ ആൻഡ് ദിസ് ഇസ് ബീറ്റ. ആൻഡ് ദിസ് ഇസ് കോൾഡ് വാട്ട്? ബീറ്റ കീറ്റോ എസ്റ്റർ. യു വിൽ സ്റ്റിൽ ഗെറ്റ് വാട്ട്? ബീറ്റ കീറ്റോ എസ്റ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് ഡിക്മാൻ കണ്ടൻസേഷൻ റിയാക്ഷൻ. ഇനി ഈ ക്വസ്റ്റിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റെൻഡ് ചെയ്യാം. നോക്കിക്കോളൂ, നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? വി ഗോട്ട് ബീറ്റ കീറ്റോ എസ്റ്റർ OET. Okay, this is your beta, this is alpha, and this is beta. So this is beta keto ester. Now question paper il parayana, we are hydrolyzing it further and heating it. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? നോക്കൂ, ഇവിടെ എസെൻഷ്യലി എന്താ സംഭവിക്കുക? ദിസ് ഇസ് ആക്ച്വലി എസ്റ്റർ ഗ്രൂപ്പ്, റൈറ്റ്? ദിസ് ഇസ് ആക്ച്വലി എന്താണ്? എസ്റ്റർ ഗ്രൂപ്പ്. ദിസ് ഹൈഡ്രോളൈസ് ടു കാർബോക്സിലിക് ആസിഡ്. അങ്ങനെയാണെങ്കിൽ യു സീ ദിസ്, എസ്റ്ററിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം ആസിഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് വാട്ട്? C+OH എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഇനി ബീറ്റ, ദിസ് ഇസ് കോൾഡ് ബീറ്റ കീറ്റോ കാർബോക്സിലിക് ആസിഡ്. ബീറ്റ കീറ്റോ കാർബോക്സിലിക് ആസിഡ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ബീറ്റ കീറ്റോ കാർബോക്സിലിക് ആസിഡിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് എന്ത് എലിമിനേറ്റ് ആവും? കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കി നിങ്ങൾ, യെസ്, you will have this carbon dioxide as eliminated and you will get the product as what? You will get C+O and of course ഇവിടെ എന്ത് വരും? H2 എന്ന് വരും. സൈക്ലോഹെക്സനോൺ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഇതൊരു എക്സ്റ്റൻഷൻ ക്വസ്റ്റ്യൻ ആണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ക്ലൈസൻ കണ്ടൻസേഷനെ പറ്റിയും ഡിക്മാൻ കണ്ടൻസേഷനെ പറ്റിയും. താങ്ക് യു ഫോർ വാച്ചിങ്.